ഇത് നമ്മൾ ഫൈനൽ 3.25 കൊടുക്കാം. 3.25 കൊടുക്കാം. ഫുള്ള് ലോൺ. അടിപൊളി. 1 രൂപ പോലും മുടക്കണ്ട. 1 രൂപ പോലും മുടക്കണ്ട. ക്യാഷ് ബാക്ക് കിട്ടിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാ? ക്യാഷ് ബാക്ക് കിട്ടിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. 3.5 വരെ ലോണും ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ? പേപ്പർ ആക്കിയിട്ട് നമ്മൾ 11.10 കൊടുക്കാം ഫൈനൽ. പേപ്പർ ആക്കിട്ടോ? ആ, കേരള നമ്പർ ആക്കി 11.10. അത് നമുക്ക് 5.90 നമ്പർ ആയി കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 5.90. അതെ അതെ. 16 പേപ്പർ ആക്കിട്ടാ? പേപ്പർ കേരള നമ്പർ ആക്കി 8.25 കൊടുക്കാം. 8,75,000 രൂപയ്ക്ക് 2016 ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ അതെ. ചെറിയൊരു യൂസർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു വാഹനമാണ് ശരിക്കും നമ്മുടെ ഈ ടൊയോട്ടയുടെ വണ്ടികൾ അല്ലേ? എന്തുകൊണ്ടോ എല്ലാവർക്കും വിശ്വാസമാണ് ടൊയോട്ട എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനോട്. അത് യൂസർ ഡീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഒരു ടൊയോട്ടയുടെ വണ്ടികളൊക്കെ എടുത്ത് മറിച്ച് വെക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കംപ്ലൈൻറ്റുകൾ വളരെ കുറവായിട്ടുള്ള ഒരു എഞ്ചിനാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പിന്നെ റീസെയിൽ മാർക്കറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. പിന്നെ ഒരുപാടധികം ആൾക്കാർ എൻക്വയറി ചെയ്യുന്നൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ വണ്ടികൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊടുവള്ളി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഡിവൈൻ ഡ്രൈവിലാണ്. ഡിവൈൻ ഡ്രൈവിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല അടിപൊളി കുറച്ചധികം വണ്ടികളുണ്ട്. എല്ലാം റീവണ്ടികളാണ്. പിന്നെ റീവണ്ടികൾ എന്ന് പറയുമ്പോൾ പേപ്പർ ആയതുകൊണ്ട് ആവാത്തതുണ്ട്. പിന്നെ ഭൂരിഭാഗം വണ്ടികളും ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ്. ടൊയോട്ട ഇന്നോവയും അതുപോലെ തന്നെ ഫോർച്യൂണറും ക്രിസ്റ്റയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ 1-2 വേറെ വണ്ടികളുണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞല്ലോ, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. സൗത്ത് കൊടുവള്ളി എന്നൊക്കെ പറയും. ആ ഒരു ഭാഗത്തായിട്ടാണ്. നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ജസ്റ്റ് പെട്ടെന്ന് അതായത് ഓവർ ഡിലേ ആക്കാണ്ട് ഓവർ ലാഗ് ആക്കാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പാകത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബാക്കി ഏത് വണ്ടിയുടെ ഇന്റീരിയർ ഫോട്ടോസ് ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്നാലും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട. നല്ല വില കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ നമ്മുടെ ഷെബി ബ്രോ തരും. ഷെബി ബ്രോ, റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. മഴയൊക്കെയാണ്, അപ്പോൾ നിങ്ങൾ മാക്സിമം വില കുറച്ച് കേട്ടോ. ചെയ്ത് കൊടുക്കാം. കാരണം പാവങ്ങളായിട്ടുള്ള ആൾക്കാർ നമ്മളെല്ലാവരും. അതെ അതെ, മാക്സിമം വില കുറച്ച് ക്വാളിറ്റി വണ്ടികൾ. അതെ അതെ, നല്ല വണ്ടി. പ്രൈവറ്റ് വണ്ടി, എല്ലാം പ്രൈവറ്റ് വണ്ടികൾ. എല്ലാം പ്രൈവറ്റ് ആണ്. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞ എല്ലാം റീ വണ്ടികളാണ്. നിങ്ങൾ ഈ റീ ആയിട്ട് അതായത് NOC-ലാണോ കൊടുക്കുന്നത്, പേപ്പർ ആക്കിയിട്ടാണോ? രണ്ടും ചെയ്യുന്നുണ്ട്. NOC-ൽ കൊടുക്കാം, നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം, നമ്പർ ആയ വണ്ടിയുണ്ട്. എങ്ങനെ വേണം ചെയ്യാം അല്ലേ? അടിപൊളി. എന്നാൽ പിന്നെ ഇതാ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്രാവശ്യം ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. തുടങ്ങുന്നത് തന്നെ ആദ്യം തന്നെ ഒരു ക്രിസ്റ്റൽ ആയിക്കോട്ടെ. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ? 2017 ആണ്. 17 അല്ലേ? 17 2.8 G ഓട്ടോമാറ്റിക്. ഓക്കെ, G4 ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടോ ബ്രോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസും ഇല്ല. മെയിൻ ക്ലാസ് പോലും മാറിയില്ല. സ്റ്റിക്കർ അങ്ങനെ തന്നെ ഉണ്ട്. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. ഇത് 1.40 സെക്കൻഡ് ഓണർ. ജെനുവിൻ. അതെ, ജെനുവിൻ കമ്പനി സർവീസ് ഉള്ള 1.40 സംതിങ് ഓടിയുണ്ട് കമ്പനി സർവീസ്. ശരി, നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് 1460 കേരള നമ്പർ ആയി കൊടുക്കാം. അതായത് 17 മോഡൽ ഓട്ടോമാറ്റിക് 2.8 അല്ലേ? ഓക്കെ, 1460 ആക്കിയിട്ട് നമ്പർ ആക്കി ചെയ്തു ആയിക്കോട്ടെ. അതും 1.40 പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ. ആ കിലോമീറ്ററിൽ കിട്ടാൻ പ്രയാസം. വളരെ ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1.40 ഒരു ഓട്ടോ ഇടാന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു വണ്ടിനെ അപേക്ഷിച്ച വണ്ടി ലോ കിലോമീറ്റർ എന്ന് പറയാം അല്ലേ? അപ്പോൾ അതില്ലെങ്കിൽ വലിയ കാര്യം തന്നെയാണ്. അതെ. ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2013 4x4 ആണോ? അല്ലല്ല, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. എന്നും മാർക്കറ്റ് ഉള്ളൂ അല്ലേ? അതെ. TRD കിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. TRD ആണ് അല്ലേ? അതെ. 1.70 ഓട്ടുള്ളൂ, ഫുൾ കമ്പനി സർവീസ്. 1.70 ജെനുവിൻ ആയിരിക്കോ? ജെനുവിൻ കമ്പനി സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ട്. അതെ. ഓണർഷിപ്പ് ഒക്കെയോ? ഓണർഷിപ്പ് തേർഡ് ആണ് അല്ലേ? പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ പേപ്പർ ആക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തൂടെ? ചെയ്ത് കൊടുക്കാം. പിന്നെ വണ്ടി എല്ലാ ക്വാളിറ്റി ഉള്ള വണ്ടി. ഇന്റീരിയർ ഒക്കെ എല്ലാ ഭാഗവും ഒക്കെ. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ കിലോമീറ്റർ ഒക്കെ ഈ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ അടിപൊളിയാണ്. ഈ പറഞ്ഞ ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും അല്ലേ? ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല. ഏകദേശം ഒരു 60% ടയറും ഉണ്ട്. ശരി, പേപ്പർ ആക്കിയിട്ട് എന്താ വില? പേപ്പർ ആക്കിയിട്ട് നമുക്ക് 11.10 കൊടുക്കാം ഫൈനൽ. പേപ്പർ ആക്കിയിട്ടോ? കേരള നമ്പർ ആക്കി 11.10 നിങ്ങൾക്ക് പേപ്പർ ആക്കിയിട്ടാണ് തരുന്നത്. TRD ആണ് കമ്പനി വരുന്നത്. കമ്പനി TRD ആട്ടോ. അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുമ്പോൾ നോക്കിയിട്ട് എടുത്തോളാം. തപ്പി കിടന്ന ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ പറയാം. അതെ. അതുപോലെ തന്നെ അവിടെ ഒരു ഇന്നോവ കിടപ്പുണ്ടല്ലോ. അത് 2012 G4 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. നമ്മുടെ പേരിലേക്ക് NOC കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഓണർ ഒക്കെ വളരെ റെയർ അല്ലേ? അതെ. അതും ലോ കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിനാ? ജെനുവിൻ. ഓക്കെ, 12 മോഡൽ വണ്ടി നമുക്ക് എന്താ വില വരിക? അത് നമുക്ക് 590 നമ്പർ ആയി കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 590. അതും സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ഉണ്ടോ? മേജർ ഇല്ല, മെയിൻ ക്ലാസ് ഉണ്ട്. വേറെ മേജർ കേസുകളൊന്നും. മെയിൻ ക്ലാസ് മാറിയതാ? കമ്പനി തന്നെ മാറിയതാ. അതെ അല്ലേ? പക്ഷെ സ്റ്റിക്കർ എപ്പോഴും ഉണ്ടല്ലോ, 19/6/2013. അത് HSRP നമ്പർ പ്ലേറ്റ് ആകുമ്പോൾ വരും അല്ലേ? ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016 സെക്കൻഡ് ഓണർ, ലാസ്റ്റ് സെക്കൻഡ് ഓണർ ലാസ്റ്റ് വണ്ടി അല്ലേ? G4 ആണ്. ഇതും നല്ല നീറ്റ് ആട്ടോ വണ്ടി.
പിന്നെ ഇതിന്റെ ഒന്നും ഇന്റീരിയർ കാണിക്കാത്തതിന്റെ ഉള്ളിൽ കയറി തുറക്കൽ വലിയ പാടാണ്, അതുകൊണ്ടാണ്. ഇന്റീരിയർ ഒക്കെ ഓക്കെയാണ്. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് ആണ് അയച്ചു കൊടുക്കാം. ശരി, ഇത് നമുക്ക് എന്താ വില? 13 വണ്ടി ഇത് നമുക്ക് 8.3 ചോദിക്കുന്നത്. 16 പറഞ്ഞു. 16 പേപ്പർ ആക്കിട്ടാ? പേപ്പർ കേരള നമ്പർ ആക്കി 8.3 കൊടുക്കാം. 8,75,000 രൂപയ്ക്ക് 2016 ലാസ്റ്റ് വണ്ടി അല്ലേ? ഇത് കിലോമീറ്റർ പറഞ്ഞോ? ഇത് 160 സംതിങ് ഓടിയുണ്ട്. 160 സംതിങ് ഓടിയുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? അത് സെക്കൻഡ് ഓണർ. അതെ, അടിപൊളി. അടുത്തായിട്ട് നല്ല 13 അല്ലേ? 13 G4. ഇത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിച്ചാ? ഇത് നമ്മൾ ചെയ്താ ഫുൾ പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫുൾ കിറ്റ്, ജിആറിന്റെ കിറ്റ് കാര്യങ്ങൾ, ടെയിൽ ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 7.10 ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. 6.95 ഫൈനൽ കൊടുക്കാം. 6.95 2013 മോഡൽ കൊടുക്കാം. കിലോമീറ്ററോ? ഇത് 240 വിത്ത് കമ്പനി സർവീസ് ഉണ്ട്. അതും സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടാവോ? ഉണ്ട്. മാറിയില്ല അല്ലേ? അതെ. ഓക്കെ, വേറെ മേജർ കേസുകളൊന്നുമില്ല. അടിപൊളി. അടുത്ത ഇതാണെങ്കിലോ? ഇത് 2015 V ആണ്. അടിപൊളി. 15 ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. എനിക്കൊന്ന് ആ വീൽ അങ്ങനെ വരുന്നതാണോ? വീല് ഡയമണ്ട് കട്ട് 15 വരുന്നതാണ്. 15 വരുന്നതാണ്. ഓക്കെ, 15 വീല് ഡയമണ്ട് കട്ട് വരുന്ന കേട്ടോ. അതെ. ഇത് 1 സംതിങ് ഓടി, കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഓണർഷിപ്പ് ഒക്കെയോ? ഓണർഷിപ്പ് തേർഡ് ആണ് അല്ലേ? നല്ല നീറ്റ് അല്ലേ വണ്ടി? പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. ഒന്നുകൂടി പോളിഷ് ഒക്കെ ചെയ്യാനുണ്ട്. അതെ. നമ്മൾ ചെയ്ത് കൊടുക്കോ? ചെയ്ത് കൊടുക്കും. പോളിഷ് ചെയ്യാനുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? മേജർ കേസുകളൊന്നുമില്ല. ഇത് നമുക്ക് 8.60 നമ്പർ ആയി കൊടുക്കാം. 8.60 15 V വണ്ടി നമ്പർ ആയി കൊടുക്കും. അടിപൊളി. കേരള നമ്പർ പ്ലേറ്റിലാട്ടോ തരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് NOC വേണേ അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പൊ അവിടെ എന്തെങ്കിലും പേര് മാറ്റാനൊക്കെ ഓപ്ഷനിലൊക്കെ അങ്ങനെ എടുക്കാം. അതെ, അങ്ങനെ. അപ്പൊ ഒരു 1 ലക്ഷം രൂപ കുറയും. 80,000 കുറയും. 80 ഒന്നിന്റെ അടുത്ത് ഏകദേശം കുറയും അല്ലേ? അടുത്ത ഇതാണെങ്കിലോ? 2014 G4 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ് അല്ലേ? സിംഗിൾ ഓണർ തപ്പിയെടുത്താന്ന് തോന്നുന്നല്ലോ. എല്ലാം സിംഗിൾ ഓണർ ആണല്ലോ. സിംഗിൾ ഓണർ ആണ്. ഇത് 14 പറഞ്ഞ 14 ഓടിയതൊക്കെയോ? ഇത് ഓട്ടം 220 റേഞ്ച് ഓടിയുണ്ട് അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് കൂടെ ആലോചിക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ പേര് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? നമുക്ക് 760 നമ്പർ ആക്കിയിട്ട് 760 നമ്പർ ആക്കി കേരള നമ്പർ ആക്കി കൊടുക്കാം. 14 G4 ആണ് കേട്ടോ. മോശമൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടല്ലോ. ഇതോ? ഇത് 2014 നമ്പർ ആയ വണ്ടിയാണ്. 14 KL71 റീ ആണ് അല്ലേ? അതെ. ഇത് നമുക്ക് ഫുൾ ലോൺ മാക്സിമം ലോണിൽ ചെയ്യാൻ പറ്റും. നമ്പർ ആയതല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ സെക്കൻഡ് ഓണറിലാണുള്ളത് നിലവിൽ ഇവിടെ. അതെ. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോ സിംഗിൾ ഓണർ ആയിരുന്നു അപ്പൊ. അതെ. ഓക്കെ, കിലോമീറ്ററോ? ഇതിപ്പോ 2 സംതിങ് ആണല്ലോ. ജെന്യൂൻ അല്ല. ജെന്യൂൻ അല്ല. അതായത് ഹിസ്റ്ററി പക്കയില്ല. ഹിസ്റ്ററി കറക്റ്റ് അല്ല. കിലോമീറ്റർ അധികം ഓടിയുണ്ട്. അതെ. ശരി, ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 7.4 കൊടുക്കാം ഫൈനൽ. 7.4 മാക്സിമം ലോൺ കയറില്ല. 6.5 വരെ ലോൺ ചെയ്യാം അല്ലേ? ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാട്ടോ. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുക, വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക. 14 ആണ് സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടി, ലോൺ കിട്ടും. അടുത്ത ഇതാണെങ്കിലോ? 2016 ഒറിജിനൽ കേരള വണ്ടി. 16 ഒറിജിനൽ കേരള. ഒരെണ്ണയിലെ മോശമല്ലേ അല്ലേ? അത് വീലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ 360 ക്യാമറ വരെ ഉണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇത് കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ്. കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കേരള വണ്ടി ആർക്കെങ്കിലും മേഖണമെങ്കിൽ ഇത് നോക്കിയോ. 15 അല്ലേ പറഞ്ഞേ? 16 ഇന്നോവയിൽ ലാസ്റ്റ് വന്നുണ്ട്. ശരി, അത് ഇന്റർകൂളർ തന്നെയല്ലേ? അതെ. ഓക്കെ, എന്താ വില? ഇത് നമ്മൾ 11.5 ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 11.5 ഫൈനൽ. 11 രൂപയ്ക്ക് ഇപ്പൊ ക്രിസ്റ്റ് കിട്ടൂലേന്ന്? 16 കേരള വണ്ടി കിട്ടൂലല്ലോ. അതാ പറഞ്ഞത്, കേരള വണ്ടി വേണേ വന്നെടുത്തായി. അത്ര ഞാൻ പറയുള്ളൂ. കാരണം പലരും ഇന്നത് കമ്പനിയും കിട്ടും. പക്ഷേ ഇന്നോ വണ്ടികൾക്ക് ഇന്നോ വേണ്ടേ? അതെ, അത് ഈ മോഡൽ വേണ്ടവർക്ക് തന്നെ വേണല്ലോ അല്ലേ? 11.5. അതെ, 11.5. നെഗോഷ്യബിൾ ആവോ? ഇല്ല, നെറ്റ് റേറ്റ് ആണ്. ഇത് പക്ഷേ വണ്ടി ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ലോൺ എത്ര കയറും? ലോൺ 10 ലോൺ കയറും. 10 ലോൺ കയറും. അടിപൊളി. ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒറിജിനൽ കേരള 16 മോഡൽ എടുത്തുകൊണ്ട് പോകാം. അപ്പൊ പലരും പറയും വില കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സംഭവം ഈ വണ്ടി വേണമെങ്കിൽ മതി അല്ലേ? പക്ഷേ കിട്ടാനില്ല. കിട്ടാനുമില്ല. അതെ. ഡിമാൻഡ് ആക്കല്ല, കിട്ടാനില്ല. അതാണ്. അടുത്തത് പോളോ കാണിച്ചു തരാം. ഏതാ മോഡല്? 2015 ഓഫർ റേറ്റ് കൊടുക്കാം. 15 ഡീസൽ 1.20 ഓട്ടം. 1.20 ഓടി. ഇത് ഡീസലാ? ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. 1.5 ഫസ്റ്റ് വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? 1.2 അല്ലല്ലോ? 5. അടിപൊളി. നല്ല പവർ ആട്ടോ. ശരിക്കും GT എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനം അല്ലേ? ഡീസലില് മാനുവൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണല്ലോ. പിന്നെന്താ പവറിന് എന്താ കുറവ്? പവറും ഉണ്ട്, മൈലേജും. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ ഹൈലൈൻ ആണ്. അല്ലെങ്കിൽ പ്ലസ് അല്ലല്ലോ? ഹൈലൈൻ. അന്ന് ടോപ്പ് ഹൈലൈൻ ആണ്. അതാണ്. അപ്പൊ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ. പിന്നെ ഓട്ടോമാറ്റിക് AC, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. ഇന്ത്യയിലൂടെ കാണിച്ചു തരാം. മോശമൊന്നുമില്ല കേട്ടോ. അതായത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ലെതർ സീറ്റ്. ഇതൊക്കെ മാറ്റി ചെയ്താണോ അതോ? ഒരുവിധം എന്താ പറയാ, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഒന്നുമില്ല. ശരി, എന്താ വില? ഇത് നമ്മൾ ഫൈനൽ 3.4 കൊടുക്കാം. 3.4 കൊടുക്കാം. ഫുൾ ലോൺ. അടിപൊളി.
ഒരു രൂപ പോലും മുടക്കണ്ട. ഒരു രൂപ പോലും മുടക്കണ്ട. ക്യാഷ് ബാക്ക് കിട്ടിയെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. എങ്ങനെയാ? ക്യാഷ് ബാക്ക് കിട്ടിയെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. 3.5 വരെ ലോണും ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാക്സിമം കിട്ടും. ഓക്കെ, ഒരു രൂപ പോലും മുടക്കാണ്ട് എടുത്തോണ്ട് പോകണമെങ്കിൽ ഇതായി പോളോ കൊണ്ടുപോകാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം അല്ലേ? എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അടുത്തൊരു ഒരു വെടിക്കെട്ട് സാധനം കാണിച്ചു തരാം. ശരിക്കും ഈ മിസ്തുഷി ആയതുകൊണ്ട് മാത്രം അങ്ങോട്ട് ഒതുങ്ങിപ്പോയ ഒരു സാധനം അല്ലേ? പജീറോന്റെ എന്ന് പറയുമ്പോൾ സ്പോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫോർച്യൂണറോട് ചേർന്ന് നിൽക്കേണ്ട വണ്ടി. ഒരു പക്ഷേ അതിനേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കേണ്ട സാധനം. ശരി, എന്നാലും കമ്പനി എടുത്തി പോയതുകൊണ്ട് മാത്രം വിലയില്ലാണ്ടായി പോയി. ഏതാ മോഡല്? ഇത് 2015 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് സ്പോർട്ട് ആണ് കേട്ടോ. പജീറോ സ്പോർട്ട് ആണ്. ഈ സ്പോർട്ട് എന്ന് പറയുമ്പോൾ സാധാ പജീറിനേക്കാളും വിലയും മാർക്കറ്റും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? അത് മാത്രമല്ല ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെയാണ്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, നല്ല അടിപൊളി വണ്ടിയാ. പിന്നെ 7 സീറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. അന്ന് പാഡിൽ ഷിഫ്റ്റർ അടക്കം വന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കൽ SUV വന്ന അതും 15 മോഡലും ഉണ്ട്. പിന്നെ ഈ സെയിം ഫോർച്യൂണറിന് 12 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണ്ടേ? അതെ അതെ, പിന്നെ 12 പോരാ, 14 ആ ലെവലിൽ വരും നമ്പറായി വരുമ്പോ. 15 മോഡൽ ഫോർച്യൂണർ എന്തായാലും വരില്ല. അതെ 14. പക്ഷെ ഇതിന് നേരെ പകുതി റേറ്റ് വരുന്നുള്ളൂ. ശരി, ഇത് നമുക്ക് എന്ത് വില കൊടുക്കും? ഇത് നമുക്ക് ലാസ്റ്റ് 7.35 NOC കൊടുക്കാം. NOC 7.35. അതെ, ഒരു 1.25 ഉണ്ടെങ്കിൽ നമ്പർ ആക്കാം. 1.25 പേപ്പർ വേണം അല്ലേ? അതെ, 8.5 രൂപയ്ക്ക് ഫുള്ള് കഴിയും. പേപ്പർ പരിപാടി തീരും. അതെ അതെ. വണ്ടി എന്താ അവസ്ഥ? വണ്ടി നല്ല വണ്ടിയാ. ഓക്കെ, 15 മോഡലാണ്. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറിയതാണ്. അതെ അല്ലേ? അതായത് വന്നിട്ട് ചെക്ക് ചെയ്യുക, നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. സ്പോട്ട് നമ്മളെ ഒരു ഫേവറേറ്റ് വണ്ടി, ഒരുപാട് വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് മുമ്പ്. പിന്നെന്താ, നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. ഞാൻ ഈ ക്ലീൻ പീസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ചെറിയ ടച്ചപ്പ് പോളിഷ് ഉണ്ടാവും. വേറെ മേജർ കേസുകളൊന്നും, മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം മാർക്കൊക്കെ തീർത്താനല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 7,35,000 നെറ്റ് റേറ്റ് 30,000 ചെയ്ത് കൊടുക്കാം അല്ലേ? അതും 15 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. അടിപൊളി. അടുത്തത് ഈ പോളോ ആണെങ്കിലോ? പോളോ 2014 ആണ്. അതെ അതെ. ഓക്കെ, ഇതെന്താ പറഞ്ഞ സെയിലാ? ഇത് പാർക്കാൻ സെയില കസ്റ്റമർ വണ്ടിയാണ്. 14 മോഡലാണ്. ഇത് റേറ്റ് ഒന്നും ഫിക്സ് ആവാണ്ടല്ലേ? അതെ, ഇത് ഫുൾ വർക്ക് കാര്യങ്ങൾ ഇപ്പൊ എടുത്തതാണ്. അവർക്ക് നല്ല വർക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്. ശരി, അത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അല്ലേ? അടുത്ത ഇതാണെങ്കിലോ? ഇത് 2017 ജാസ് 17 ഫുൾ ഓപ്ഷൻ ഡീസൽ VX ആണ്. V ആണ്. VX അല്ല, V ആണ് കേട്ടോ. 17 അല്ലേ? 2017 വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ് ഓടിയുണ്ട്. ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? ജെനുവിൻ ആണ്. ജെനുവിൻ ആണെങ്കിൽ അടിപൊളിയാണ്. ഇത് ചെക്ക് ചെയ്യേണ്ടി ജെനുവിൻ ആവാൻ സാധ്യതയില്ല. പോരാത്തതിന് വെസ്റ്റ് ബംഗാളും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. കിലോമീറ്ററിന്റെ കാര്യം ഉറപ്പൊന്നും പറയുന്നില്ല. 17 അപാധ ഉണ്ട് എന്തെങ്കിലും? ഇല്ല, മേജർ കേസ് ഇല്ല, മെയിൻ ക്ലാസ് ഉണ്ട് സ്ഥിരം പറയും പോലെ. അതെ, അത് പിന്നെ മാറാത്ത വണ്ടികൾ ഇല്ലല്ലോ. അതെ അതെ. ശരി, പക്ഷേ ഇത് നല്ല 24 കിലോമീറ്റർ എങ്ങനെയായാലും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഉറപ്പായിട്ടും മൈലേജിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി അല്ലേ? അതുപോലെ തന്നെ അത്യാവശ്യം യാത്രാസുഖമൊക്കെ. ഇതിന് പൊതുവെ വരുന്ന ഒരു കംപ്ലൈന്റ് ഓയിൽ സീൽ പോകുന്നതാണ്, ഓയിൽ ഉറ്റുന്നത്. അതിപ്പോ നമ്മൾ വർക്ക് ചെയ്തതാണ്. ടൊയോട്ട കഴിഞ്ഞ ഹോണ്ടയാണ് കാര്യത്തിൽ അല്ലേ? എന്തായാലും സംഭവം അടിപൊളിയല്ലേ വണ്ടി? ഇപ്പൊ നല്ല വണ്ടി. എന്താ വില? ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. കേരള നമ്പർ ആക്കി നമുക്ക് 460 കൊടുക്കാം. 460 നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, 2017 ഡീസലാണ് നിങ്ങൾ ആയിരിക്കണം. ഡീസൽ മാനുവൽ കേട്ടോ. അടുത്തതായിട്ട് ഒരു വണ്ടി കാണിച്ചു വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? 2009-10 വണ്ടി. 9-10 ചില്ലറ പൈസക്ക് തരാൻ പറ്റൂലേ? ടൊയോട്ട വേണ്ടവർക്ക് നല്ല അടിപൊളി ഒരു അൾട്ടീസ് ഡീസലാണത്. പെട്രോൾ മാനുവൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 റേഞ്ച് ഓടിയുണ്ട്. അതും പിന്നെ നോക്കണ്ട, ചത്ത് കിടന്ന് ഓടുന്ന എഞ്ചിനാണ്, പെട്രോളും കൂടി ആയതുകൊണ്ട് ഒരു കംപ്ലൈന്റും വരില്ല. ഓക്കെ, മേജർ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് 1.95 കൊടുക്കാം. 1.95. ഓക്കെ, 1,90,000 രൂപയ്ക്ക് നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഈ കാണിച്ച വണ്ടികളുടെ ഏത് വണ്ടിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എന്ത് എല്ലാം ചെയ്ത് കൊടുക്കാം. അതെ, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താ കേട്ടോ ബ്രോ. അതെ, കാരണം നമ്മൾ എല്ലാത്തിനും ഇതിൽ നമുക്ക് ആ ക്രിസ്റ്റക്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതർ സൈഡിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ അല്ലേ? ഈ 2016 ഇന്നോവക്കും ചെയ്യാൻ പറ്റും. 16 അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കാണിച്ച വണ്ടികൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ പിന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഡീറ്റെയിൽ എല്ലാം അയച്ചു കൊടുക്കാം. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കാം. പിന്നെ അതിന്റെ പിന്നെ നിങ്ങൾ നമ്പർ വെച്ചിട്ടുണ്ട്. മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന റേറ്റും കുറച്ചേ റേറ്റ് ഇട്ടുള്ളൂ. ഒക്കെ നല്ല വണ്ടികൾ, പ്രൈവറ്റ് വണ്ടികൾ, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ. ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്താലോ? ലൊക്കേഷൻ വയനാട് റോഡിൽ കൊടുവള്ളി, സൗത്ത് കൊടുവള്ളി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഡിവൈൻ ഡ്രൈവിലേക്ക് വരിക. ഏത് വണ്ടി വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികളും. ധൈര്യമായി എടുത്തുകൊണ്ടും എങ്കിലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അല്ലേ? അതെ.